അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഞാൻ പോയി പഞ്ഞു ആൻ്റെ ചായ കുച്ചോ ഞാൻ ജേവിനെ പഞ്ഞു വിറ്റൂന്. അപ്പൊ ആൻറ്റി കാച്ചും വെച്ചോണ്ട് പോയി. അതെന്തിനാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത്? ആൻറ്റിക്ക് പപ്പയുടെ ലവ്വാൻ ഞാൻ ചായ. അപ്പൊ പപ്പ പഞ്ഞു പഞ്ഞാലല്ലേ ആൻറ്റി ചായ കുച്ചു. ലവോ? ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന കാതാരി? ഇതാ പറയുന്നത് പിള്ളാരെ മുന്നിൽ വെച്ച് ഒരു വക പറയരുതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്തോ ആയാലും രണ്ടിനെ ബുദ്ധി സംഭവിച്ചിരിക്കുന്നു. അമ്മച്ചി ഓർഫനേജിൽ പോയത് കാര്യമായി. അപ്പോഴേക്കും വൈകി മെഡിസിൻ ബോക്സുമായി എത്തിയിരുന്നു. അവളുടെ കയ്യിൽ നിന്നും മെഡിസിൻ ബോക്സ് വാങ്ങി ഡേവിദൻ രണ്ടുപേരുടെയും മുറിവിൽ വെച്ചു കൊടുത്തു. അതെ, നമുക്ക് അകത്തോട്ട് പോയാലോ? അവിടെ അവസ്ഥ എന്തായെന്ന് അറിയണ്ടേ? വാ പോയി നോക്കാം. അവരകത്തേക്ക് ചെല്ലുമ്പോൾ ത്രേസിയുടെ മുറി തുറന്നു കിടപ്പുണ്ട്. പക്ഷെ മുറിക്കുള്ളിൽ ആരെയും കാണാനുമില്ല. ഇവരിത് എവിടെ പോയി? അയ്യോ എന്റെ കർത്താവേ, ഞാനിപ്പോ ചാവുവേ. ബാത്റൂമിന്റെ അവിടെ വയറും തിരുമ്പി നിലത്തിരുന്ന് കരയുന്ന ത്രേസിയുടെ ശബ്ദം കേട്ട് അവൻ അവിടേക്ക് നോക്കി. പെട്ടെന്നൊന്നും അറിയാത്തതുപോലെ മോളിക്കുട്ടി അവിടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അയ്യോ ഇതെന്നാ പറ്റി? വീണോ? എണീക്ക്, ഞാൻ പിടിക്കാം. തൊട്ടുപോരുതെന്നെ. അയ്യോ എന്റെ വയറ്, നീ എന്ത് വിഷാണ് എനിക്ക് കലക്കി തന്നത്? വിഷോ? ഞാനോ? നീ കൂടുതൽ പുണ്യാർത്തി ആവല്ലേടി. ആ പണ്ടാരം ചായ കുടിച്ചപ്പോ തൊട്ട് വയറ്റിൽ ഉരുണ്ട് കയറാൻ തുടങ്ങിയതാ. അപ്പൊ തൊട്ട് കക്കൂസില ഞാൻ. ഇപ്പോഴും നേരെ നിൽക്കാൻ വയ്യേ. ആ എല്ലാവർക്കും കൊടുത്ത ചായ തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നത്. പിന്നെ എങ്ങനെ ഒരാൾക്ക് മാത്രം വയറിന്റെ പ്രശ്നം വരും? സേരക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ എവിടെ? കുഴപ്പമില്ലെന്നോ? ആദ്യം കക്കൂസിലോട്ട് ഓടിയത് അവളാ, പിന്നെ എനിക്കായി. രണ്ടുപേർക്കും കൂടി ഇതിൽ പോവാൻ പറ്റാത്തോണ്ട് അവൾ അവളുടെ മുറിയിലോട്ട് ഓടിയിട്ടുണ്ട്. മോളിക്കുട്ടി ആ കാഴ്ച മനസ്സിലൊന്നും ഓർത്തു. അറിയാതെ അവൾക്ക് ചിരി പൊട്ടി. അയ്യോ ഞാനിപ്പോ ചാവേ. എന്റെ കർത്താവേ, ഈ വയറിപ്പോ പൊട്ടും. ഏതാണ്ട് കുരുട്ട് കേറുന്നേ. വാ എനിക്ക്, ഞാൻ പിടിക്കാം. വിടടി വിടടി എന്റെ കൈ. അവർ മോളിക്കുട്ടിയുടെ കൈ വലിച്ചെറിഞ്ഞു. എയറിന്റെ വോയിസ് കൂടിയത് കൊണ്ടാകാം ഉണ്ണത്രേസ്യ ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. ഇവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ചപ്പാത്തി ഏത് പരിവായി കാണും? ഏതേലും പരിവാവട്ടെ, നിങ്ങൾ വാ, രണ്ടും കുറച്ചു നേരം ബാത്റൂമിൽ കിടക്കട്ടെ. ഇങ്ങനെ ഇവരെ നിർത്തുന്നത് ശരിയല്ലല്ലോ. എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നല്ലത്. രണ്ടും നിവർത്തി കെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ മാത്രം കൊണ്ടുപോകാം. അല്ലാതെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും നമുക്കില്ല. കോച്ചിങ്ങളുടെ കുസൃതി മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അത് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ കൊച്ചുങ്ങളെ പോലും നോവിക്കാൻ മടിയില്ലാത്തവരാ. ഇനിയും ഇതിനപ്പുറം കാണിക്കാനും നോക്കൂ. അപ്പൊ ഇത് തന്നെയാ വേണ്ടത്. ഡെവി പക്ഷേ ഒരു പക്ഷിയില്ല. താൻ പോയി വൈകിട്ടത്തേക്ക് പലഹാരം മറന്നുണ്ടാക്ക്. ഏത്തക്കവും കാണും, അതുകൊണ്ട് ഏത്തക്കവും മതി. അല്ല മക്കളെ? ആ മായി, എനിക്ക് പറ്റന്നെ വേണം. എനിക്കും. വൈകി രണ്ടിനെയും കൂർപ്പിച്ച് നോക്കി. പിള്ളേരെ നോക്കി ദയിപ്പിക്കാതെ പോയി ഉണ്ടാക്കേണ്ട ഭാവി ഭാര്യയെ. വൈകവനെ ഒന്ന് കണ്ണുയർത്തി നോക്കി ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ആ ക്യാരംബോർഡ് എടുത്തിട്ട് വാ, നമുക്ക് കളിക്കാം. 2 മണിക്കൂറത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ അല്പം ആശ്വാസം തോന്നിയപ്പോൾ കട്ടിലേക്ക് ഇരുന്നതാണ് ത്രേസ്യ. ആ സമയം കൊണ്ട് തന്നെ പാടംതുണി പോലെ ആയിരുന്നവര്. എനിക്ക് വയ്യേ, ഞാൻ എന്നാ പാപം ചെയ്തിട്ട് എന്റെ കർത്താവേ എനിക്ക് ഈ ഒരു അവസ്ഥ തന്നത്? ഒന്ന് നേരെ നിൽക്കാൻ വയ്യ. നേരത്തേതിലും ആശ്വാസമുണ്ടെങ്കിലും ഇപ്പോഴും വയറ്റിൽ ആ ബഹളം നിന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. വയറ്റിന്റെ അകത്ത് പടക്കം പൊട്ടും പോലൊക്കെയാ തോന്നുന്നത്. കൂടാതെ പറഞ്ഞു പൊങ്ങി വരുന്നത് വേറെ. ഇനി ഇവിടെ കിടന്നാ എന്നെ ഈ കോലത്തിൽ കുഴിയിലോട്ട് എടുക്കേണ്ടി വരുമോ? എത്രയും വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം. അവർ പതിയെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും മുന്നിലേക്ക് വെച്ചു. ഒന്ന് കൂടുതൽ ശരീരം അനങ്ങിയാൽ ബാത്റൂമിലേക്ക് തിരിച്ചോടണമെന്ന് അവർക്കറിയാം. മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി കാല് വെച്ചതേ ഓർമ്മയുള്ളൂ. എന്തോ തണുത്ത സാധനത്തിൽ കാല് ചവിട്ടി ഒരൊറ്റ പോക്കായിരുന്നു നേരെ. പോകുന്ന പോക്കിൽ പിടുത്തം കിട്ടിയ ഫ്ലവർവേസും എടുക്കാൻ അവർ മറന്നില്ല. അയ്യോ! നിലത്തേക്ക് നടുപിടിച്ച് തന്നെ വീടും. കൂടാതെ ഫ്ലവർ വേസ് കറക്റ്റ് നെറ്റി തന്നെ വന്നിടിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ ഒരിക്കൽ കൂടി അവർ നിലത്ത് കിടന്ന് അലറിക്കരഞ്ഞു. ആ അയ്യോ അമ്മേ! എന്നതാ ഒരു ശബ്ദം കേൾക്കുന്നേ? കർത്താവേ, ഇനി അവരെങ്ങനെ തട്ടിപ്പോയോ? ഇടി മൂദേവി, ആ തിരുവന്ന് അടച്ചു വെക്കാവോ? വാ പോയി നോക്കാം. മിക്കവാറും ആ പെണ്ണുമ്പോൾ ബാത്റൂം പൊളിച്ച് കാണും. അതോ ഇനി വേറെ വല്ല പണിയും കൂടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടും? വേറെ എന്റെ പണി ഒന്നുമില്ല. അന്നെ കൊച്ചു പഴത്തൊലിറ്റില്ലേ? ഓർമ്മയില്ലേ? പഴത്തൊലിയോ? അതുണ്ടായിരുന്നു. എവിടെയാ ഇട്ടത്? ജോലിന്റെ മുന്നിലാ. ഞാൻ അതിലെ കൂടെയല്ലേ ആ മുറിയിലോട്ട് കയറിയത് ഇറങ്ങിയതെല്ലാം.
അമ്മ വീണ്ടും ഞാൻ നോക്കിയിരുന്നു. ആ നല്ലതാ, എന്നതിന് ഇപ്പോഴേ പറഞ്ഞത്. നടുവും തല്ലും നിലത്ത് കിടക്കുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് അടിയിടാതെ അകത്തെന്താ നടന്നതെന്ന് നോക്കേണ്ടേ? മിക്കവാറും ആ പഴത്തിലതിനാവും വില്ലന്. വാ പോയി നോക്കാം. പതുക്കെ പോയാ മതി. അഥവാ നിലത്ത് വീട് കിടക്കുവാണെങ്കിൽ അവരാസുഖം നല്ലപോലെ ഒന്ന് അറിയട്ടെ. ദൈവദോഷം പറയാതെ ആവശ്യത്തിനുള്ളത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഈ ചായ വരാൻ നോക്കി. ഡെബിയെ നോക്കി അത്രയും പറഞ്ഞവൾ അകത്തേക്ക് ഓടി. അവൾ പറഞ്ഞതിന് കാര്യമുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവർ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയപ്പോഴേ ഡെബി കാണുന്നത് തെന്നി നിലത്തേക്ക് വീഴാനായി പോകുന്ന വൈകിയാണ്. അവളൊരു കൈ കൊണ്ട് വയറ്റിൽ ചുറ്റിപ്പിടിച്ചവൻ തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി. അവിടുന്ന് ഓടി വന്നത് ഇവിടെ വന്ന് വീഴാനാണോ? അത് പഴത്തിൽ ചവിട്ടിയതാ. ഞാൻ പിടിച്ചിലേക്ക് കാണായിരുന്നു. അവരുടെ കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകായിരുന്നു. അതെ, സത്യം പറഞ്ഞു. ആകെ എത്ര പഴത്തുലിട്ടു. ഇപ്പൊ കണ്ടോ വൈകി വീഴാൻ പോയത്. അകത്തേക്ക് പോകുമ്പോ ഇനി എവിടെയും ഉണ്ടോ? ഇനി ഒന്നൂരേ ഉള്ളൂ. അത് ഭയങ്കര മുഴിയില്ല. ചത്താലും ഞാൻ വിശ്വസിക്കൂല. ബോംബ് വരെ ഇതിനകത്ത് കുഴിച്ചിട്ടുണ്ടാവും. പൊട്ടിയിട്ട് നമ്മളറിയുന്നത് മാത്രം. അതുകൊണ്ട് ഓരോ ചൂട് സൂക്ഷിച്ചു വെക്കണം. ദേ ഇതുപോലെ തറയിൽ സൂക്ഷിച്ചു നോക്കി ഓരോ കാലും പതുക്കെ വെച്ചാണ് ജോയി അകത്തേക്ക് പോയത്. ഓ, ഓരോ വട്ട് കാണിച്ചോളും. മറ്റേതൊക്കെ നടക്കും മനുഷ്യ. നിനക്കത് പറയാം. ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പഴത്തൊലി അത്ര ചെറിയ സാധനം വല്ലതും വേണം. കണ്ണ് തുറന്നു വെച്ച് നോക്കി നടക്കടാ. അതെ, നീ അത് അവളിന്ന് ആ പിടി വിട്. നെഞ്ചത്ത് വന്ന് വീണതിന്റെ ഹാങ് ഓവറും അറിയില്ല ഇതുവരെ. അപ്പോഴാണ് ഡെബിയും അത് ശ്രദ്ധിക്കുന്നത്. വീഴാൻ പോയപ്പോൾ വയറിൽ പിടിച്ച പിടി ഇപ്പോഴും ഉണ്ട്. ചമ്മലോട് അവൻ കൈയെടുത്തു. പെട്ടെന്നാണ് അവിടെ ആ നിലവിളി വീണ്ടും ഉയർന്നത്. അയ്യോ, ഈ വീട്ടിലെ പിശാചികളൊക്കെ എവിടെ പോയി കിടക്കുക? ഒന്ന് എണീപ്പിക്കാൻ പോലും ഇവിടെ ആരുമില്ലേ? എടി മോളിക്കുട്ടി, ഡീ ഓടി വാടി. പറഞ്ഞതുപോലെ ഇവരെ നോക്കാനല്ലേ നമ്മൾ വന്നേ. അത് മറന്നു. വാ നോക്കാം. അവര് ചെല്ലുമ്പോൾ നിലത്തായി മലന്തടിച്ച് കിടപ്പുണ്ട് തിരസ്യ. നെറ്റിയിലും മുറിവും അതിൽ നിന്ന് ചോരയും വരുന്നുണ്ട്. അടുത്തന്നെ പൊട്ടിയ ഫ്ലവർ വേസും അതിൻ്റെ അടിയിലായി പഴത്തൊലിയും സുഖമായി കിടക്കുന്നുണ്ട്. എല്ലാം കൂടി കാഴ്ച കണ്ടു നിൽക്കാതെ എന്നൊന്നും വന്ന് എണീപ്പിക്ക്. എനിക്ക് നടുവേദനിച്ചിട്ട് വയ്യ. വൈകിയും മോളിക്കൂടിയും കൂടി അവരെ എണീപ്പിക്കാനായി നോക്കിയെങ്കിലും നടന്നില്ല. നിങ്ങൾ കൂടി ഒന്ന് വന്ന് പിടിച്ചേ. ഞങ്ങളെ കൊണ്ട് മാത്രം പറ്റുമെന്ന് തോന്നുന്നില്ല. ഡെവിയും ജോയും വരും മുമ്പ് അന്നയും മാതിയും എത്തി ട്രേസിയുടെ രണ്ട് കയ്യിലും പിടിച്ചു. നിങ്ങളെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരും മാറി നിന്നേ. ഫ്ലവർ വേസിന്റെ പൊട്ടിയ പീസൊക്കെ കിടപ്പുണ്ട്. കാല് വല്ലതും കൊണ്ട് കയറും. ഞങ്ങൾ ചായച്ച അജിമോലെ ആ കൈ പൊക്കി പിച്ചോനെ. ഞാൻ ഈ കൈ പിച്ചാം. ആൽപ്പോ ഇരോ 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 ഇരോ. വേദനയെടുത്ത് നിലവിളിച്ച് കിടക്കുന്ന ത്രേസ്യ ഇവരുടെ പ്രവൃത്തി കണ്ട് പല്ല് കടിച്ചു. ചോ, എൻ്റെ ഒരു വെയിറ്റാ ഭയങ്കരി. ഞങ്ങൾ വലിച്ചിട്ട് പൊങ്ങുന്നില്ല. ചോര് കൊച്ചനെ കയറ്റോ? അന്നക്കൊച്ചെ നീ ഇങ്ങനെ വലിച്ചേ. ഇതിനെ രണ്ടിനെയും വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോഴാ. എടാ മോനെ ഡെവി, ആന്റി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. എനിക്ക് വയ്യേ, തെറ്റ് പൊട്ടിയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒന്നൂടെ നോക്കറ്റേ. അന്നമോലെ ആ വലിച്ചേ. അന്ന ഫോഴ്സ് കൂട്ടി ഒന്നുകൂടി വലിച്ചു. പക്ഷെ ആ കുഞ്ഞിക്കാലുകൾ അവിടെ ഫ്ലവേഴ്സിന്റെ അടുത്തായി കിടന്ന പഴത്തൊലിയിലാണ് ചവിട്ടി നിന്നത്. പോരെ പൂരം. ചവിട്ടി അതേ സ്പീഡിൽ തന്നെ അന്ന തെന്നി മുന്നിലേക്കും മറിഞ്ഞു. അന്നയുടെ ഭാഗ്യമോ നിലത്ത് കിടക്കുന്ന ആളുടെ നിർഭാഗ്യമോ എന്തായാലും കറക്റ്റ് മറന്നടിച്ച് വീണത് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ത്രേസിയുടെ മണ്ടക്കോട്ടാണ്. വീണ വേദന ഒരു വശത്ത്. വയറിൽ ഇപ്പോഴും സ്ഫോടനത്തിൽ കുറവൊന്നുമില്ല. അതിന്റെ കൂടെ അന്ന കൂടി വന്ന് വീണതും ത്രേസി തന്റെ കാലിനെ തലക്ക് മുകളിൽ കണ്ടു. മൂക്കിലേറെ കമ്പിപ്പാരക്ക് ഇടിയും. എരിഞ്ഞിരുന്ന വയറിൽ പുറത്തൊരു നിന്നൊരു അമക്കലും കൂടി കിട്ടിയതും അവരില്ലാത്ത ദൈവങ്ങളെ പോലും വിളിച്ചു പോയി. ആ ശോരി, ഞാൻ തെന്നിപ്പോയല്ലേ. കരയേണ്ട, ഞങ്ങൾ രക്ഷിച്ചാലോ. നേരത്തെ ഈ മൂക്കിൽ ചോപ്പ് കല്ലിലില്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ വന്നേ. ചോദിക്കലും പറയലും എല്ലാം പെട്ടെന്നായതുകൊണ്ട് കൂട്ടത്തിൽ ആ മൂക്കിൽ പിടിച്ചൊന്ന് അമർത്താനും അന്ന പറഞ്ഞില്ല. ആ ഇതിനെ എടുത്തോണ്ട് പോ. എണീക്കവിടുന്ന്. അത് ചുവപ്പല്ല. നീ ചെന്ന് വീണത് അവിടെ മൂക്കിലോട്ടാ. ചതഞ്ഞിരിക്കുന്ന അത് സുഖിച്ച് കിടക്കണ പട്ടുമതയോ. അന്നയെ പിടിച്ചെണീപ്പിച്ച് ജോയി മാറ്റി നിർത്തി. പിന്നീട് അവർ 4 പേരും ചേർന്ന് ത്രേസിയെ തറയിൽ നിന്ന് ഇളക്കിയെടുത്തു. എങ്ങോട്ടിരുത്താനാ? ആ മൂലയിലോട്ട് ചാരി വെക്ക്. എന്നിട്ട് മേളിൽ പോയി ഒരെണ്ണം കൂടി ഇല്ലേ, അതിനെ കൂടി എടുത്തോണ്ട് വരാം. വാ. അതെ അമ്മച്ചി, ഞങ്ങൾ മോളിൽ പോയി മോളെ പാറയ്ക്ക് എടുത്തോണ്ട് വരാം. അതുവരെ വേറെ പണിയൊന്നും മേടിച്ചു കൂട്ടാതെ ഇവിടെ ഇരിക്കണം കേട്ടോ.
കൂടുന്നതേ ഇവരെ രണ്ടുപേരെ നിർത്താം, പോരെ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, ആ രണ്ടെണ്ണത്തിനെ കൂടി കൊണ്ടുപോ. എനിക്ക് ഇത്തിരി ജീവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അതുകൂടി ഇല്ലാതാക്കാൻ വയ്യേ. ബുദ്ധി ഇല്ലെങ്കിലും അമ്മച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിർത്തി പോകുന്നത് റിസ്കാ. അതുകൊണ്ട് വാ, മുകളിലേക്ക് നടന്ന രണ്ടും. സേരയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അത് അടഞ്ഞ് കിടക്കുവാണ്. വൈകിയും മോളിക്കുട്ടിയും ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇവൾക്ക് ഇനി കുഴപ്പമൊന്നുമില്ലെങ്കിലോ? ചോദിക്കാതെ റൂമിൽ കയറിയതിനാവും അടുത്ത യുദ്ധം. ആന്റി പറഞ്ഞത് സേരക്കും പയ്യെന്നല്ലേ? വൈക പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് സേര ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇതാരാടി? ഏതാടി നീ? ആരോട് ചോദിച്ചിട്ടാ കുടുംബത്തിൽ കയറിയത്? നിനക്കെന്താ പട്ടുണ്ടോ? ആവശ്യതയോടെയാണെങ്കിലും സേര അറിയാതെ ചോദിച്ചു പോയി. നീയാണിത്? അയ്യന്റെ അമ്മേ! പറയിലും ചിരിയും ഒന്നിച്ച് തുടങ്ങിയിരുന്നു മോളിക്കുട്ടി. അവളുടെ ചിരി കേട്ട് പുറത്തു നിന്നവരും അകത്തേക്ക് വന്നു. ആദ്യം മന്നയും സേരയെ കണ്ട് ബാ പൊളിച്ചു. ഐസ്, ആന്റെ ഇപ്പം മേറ്റപ്പിച്ചാനത്തുന്നെ മേറ്റ ഒന്നുമില്ലല്ലേ, എല്ലാം പോയി. സേര അറിയാതെ മുഖത്ത് കൈവച്ചു. വയറും താങ്ങി കണ്ണാടിയിലേക്ക് നോക്കി. അതിൽ കാണുന്ന സ്വന്തം രൂപം കണ്ട് അറിയാതെ ആ കണ്ണുകൾ വിഴിഞ്ഞു വന്നു. 2 മണിക്കൂർ കൊണ്ട് ബാത്റൂമിൽ കിടക്കുമല്ലേ. ആ സമയം കൊണ്ടുള്ള മേക്കപ്പ് മുഴുവൻ ഒലിച്ചു പോയിരുന്നു. ബാക്കിയുള്ളത് ഇടയ്ക്ക് എപ്പോഴും മുഖം കഴുകിയും കളഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞ മുഖത്തെ കുണ്ടും കുഴിയും കുഴിഞ്ഞ കണ്ണും ഉരുണ്ട ചുണ്ടുമെല്ലാം നല്ല വ്യക്തമായി കാണാം. മറ്റുള്ളവർക്ക് മുന്നിൽ താൻ നാണം കിട്ടുന്ന ഓർത്ത് അവൾക്ക് കലി വന്നു. ഇറങ്ങിപ്പോയെല്ലാം ആരോട് ചോദിച്ചിട്ടാ ഈ റൂമിൽ കയറിയത്? പോവാ. ആ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പ് അവൾ ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. പാവം, ഈ സമയത്ത് കാടും കട്ടി വാക്കുകളൊന്നും പറയരുതെന്ന് അറിയില്ല. ഓരോ വാക്കിനും വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. നമ്മളിപ്പോ എന്താ ചെയ്യാ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ അവൾക്ക് സമയമില്ല. എന്നാൽ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോന്ന് നോക്കണേ. ആ പാലത്തിലെടുത്ത് വീട്ടേണ്ട ഇവിടെയായിരുന്നു. കൈയും കാലും മുടിഞ്ഞ് അവിടെ കിടക്കണം, എന്നാലേ പഠിക്കൂ. അമ്മേ, അപ്പയേ ചുവപ്പ് പൊടി കൂച്ച ബാത്റൂമിൽ പോവാൻ പറ്റുമോ? അതിനാണ് ചുവപ്പ് പൊടി. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, സോപ്പ് പൊടി തുണി കഴുകാനാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ അതൊന്നും കഴിക്കാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങൾ ചെയ്ത് കുറുമ്പ് കൊണ്ട് 2 പേര് കിടക്കുന്നത് കണ്ടില്ലേ? സേര ഇറങ്ങുന്നത് വരെ അവരവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഇടയ്ക്ക് ജോയി താഴെ പോയി ത്രേസിയെ നോക്കാനും മറന്നില്ല. വളഞ്ഞു പോയി അവരെ നിവർത്തിയിരുത്തി താങ്ങനൊരു കമ്പും കൊടുത്തിട്ടാണ് അമ്മ വന്നത്. ഇത് കുറെ നേരായല്ലോ. നീ അതിനകത്ത് കുമ്പസരിക്കുവാണോ കോച്ചെ? നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോണോ? ബാത്റൂം ഒന്ന് പറയണം, ഇല്ല അവിടെ കിടന്നു. സേര പുറത്തേക്ക് ഒരുപാട് ക്ഷീണത്തോടെയാണ് വന്നത്. വന്നപാടെ അവൾ ഡേവിയെ ദയനീയമായി നോക്കി. എനിക്ക് തീരെ വയ്യ ഡേവിഡ്, വയറ് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുക. എന്നെ എത്രയും വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. പറയുന്നതോടൊപ്പം തന്നെ അവൾ ഡേവിഡിന്റെ തോളിലേക്ക് തല വെച്ചു. വൈകൻ ഡേവിയും ആദ്യം ഒന്ന് ഞെട്ടി. ആ അവസ്ഥയിലും അവളുടെ മനസ്സിൽ ഡേവിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കിയതുപോലെ അവൻ പെട്ടെന്ന് നിന്നിരുന്ന് പിന്നിലേക്ക് മാറി. അവന്റെ തോളിൽ ബലം കൊടുത്തു നിന്ന സേറ അതേപടി നിലത്തേക്കും. വൈകയും മോളിക്കുട്ടിയും ചേർന്ന് അവളെ എണീപ്പിച്ചു. എഴുന്നേറ്റ് നിന്നതും അവൾ ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. ആ ബാത്റൂമിൽ എന്തെങ്കിലും ഒലിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? കുറെ നേരായി ഞാൻ ഓടുന്നു. ഓ, എന്തൊരു നിഷ്കളങ്കത! എന്തോ പറ്റി? ഇവിടെ നിലത്ത് വീണപ്പോ മുകളിലോട്ട് വീഴാഞ്ഞത്? അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു. പൈത്തൊലിറ്റ നല്ല രച്ചായിട്ടും. ഇതിനും വേണ്ടി പണത്തൊലി ഈ വീട്ടിൽ എവിടെയായിരിക്കുന്നെന്ന് എനിക്കറിയാത്തത്. ഇങ്ങോട്ട് നോക്കിയേ രണ്ടും. ഇപ്പൊ ഈ ചെയ്ത കുരുത്തക്കേടില്ലേ, അത് അത്രയും ചെറിയ കാര്യമൊന്നുമല്ല. ഞങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നെന്ന് കരുതി ചെയ്തതൊരിക്കലും ശരിയല്ല, മനസ്സിലായോ? അതുകൊണ്ട് എന്റെ കാന്താരിമണികൾ രണ്ടും ആലോചിച്ചിട്ട് മാത്രമേ എന്തും ചെയ്യാവൂ, മനസ്സിലായോ? പിന്നെ MBBS പഠിക്കുന്ന പിള്ളേരല്ലേ, എല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ കേൾക്കും. ഇവിടെ മാറില്ല, നോക്കിയിരുന്നോ. ഇവനെ നിനക്ക് എവിടുന്ന് കിട്ടിയടി? ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നിട്ട് പോയത് വല്ലതുമാണോ? അതൊക്കെ ഒരു അബദ്ധം പറ്റിയതല്ലേടാ. ഞാനതിൽ വല്ലാതെ ഖേദിക്കുന്നു. നമുക്ക് ആംബുലൻസ് വിളിച്ചാലോ? അതല്ല ഒന്നുകൂടി നല്ലത്. ഡേവി അടുത്തുള്ള ഹോസ്പിറ്റലിൽ വിളിച്ച ആംബുലൻസിന്റെ കാര്യം പറഞ്ഞു. 1/2 മണിക്കൂറിൽ അവരെത്തും. ആര് വന്നാലെന്ത്, മിക്കവാറും ആ ബാത്റൂം കൂടി കൊണ്ടുപോകേണ്ടി വരും. സേറ വീണ്ടും വന്ന് കട്ടിലേക്ക് പതിയിരുന്നു. കുറച്ച് ഓക്കെയായെന്ന് ആ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് താഴേക്ക് വാ. അമ്മ അവിടെ ചാരി ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്, എന്നൊന്ന് താഴെ വരെ കൊണ്ടുപോകും ഡേവിഡ്. അവൻ മാത്രല്ല, ഞങ്ങളെല്ലാം കൂടി പൊക്കിയെത്ത് ഹാളിലേക്ക് കൊണ്ടുപോകില്ലേ? ഞാൻ നിന്നോടാണോടാ ചോദിച്ചത്? നീ നിന്റെ പെണ്ണുമ്പിളയും കൂടി അല്ലേടാ ഏതോ വിഷം കലക്കി എനിക്ക് തന്നത്. നോക്കിക്കോ, കൊല്ലാൻ നോക്കിയതിന് എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും.
സേരയുടെ പറച്ചിൽ കേട്ടത് അത്രയും നേരം മുഖത്ത് വിരിഞ്ഞ ചിരിയോടെ നിന്ന കടുകുമണികൾ പെട്ടെന്ന് ജോയിയുടെ പിന്നിലേക്ക് ഓടി ഒളിച്ചു. അവള് വലത് കേസ് കൊടുത്ത 1-ാം പ്രതിയാണ് ഈ 2 എണ്ണം.